ഷാർജയിൽ മലയാളി യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. മരണത്തിന് മുമ്പ് യുവതി സുഹൃത്തിനയച്ച സന്ദേശം പുറത്ത് തന്നെ ചവിട്ടിക്കൂട്ടിയെന്നും സഹിക്കാൻ കഴിയുന്നില്ലെന്നും പറയുന്ന സന്ദേശമാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്നും സന്ദേശത്തിലുണ്ട്. അതിനിടെ യുവതിയുടെ അമ്മയുടെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തു. അതേസമയം അതുല്യയുടെ മരണത്തിൽ സതീഷിനെതിരെ ഷാർജയിൽ കുടുംബം പരാതി നൽകും. അതോടൊപ്പം തന്നെ സതീഷിൻ്റെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന FB പോസ്റ്റും പുറത്തെത്തി. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനയാൾ ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. തീർച്ചയായും രാജ്കുമാറും ജമാലുദ്ദീനും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഗൾഫിൽ നിന്നും ജമാലുദ്ദീൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജമാൽ, എന്തൊക്കെയാണ് ഷാർജയിലെ വിവരങ്ങൾ? അജംഷാദ്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം ഷാർജയിലും ഇതിലെ ബന്ധുക്കൾ പരാതി നൽകാൻ പോകുന്നു എന്നതാണ്. അവരുടെ സഹോദരി അഖില ഷാർജയിലുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാനത്തോടെ അല്ലെങ്കിൽ അവരുടെ ഒരു സഹായത്തോടു കൂടി ഷാർജ പരാതി നൽകാനാണ് നീക്കം. കാരണം ശക്തമായ തെളിവ് അതിലെ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട കയ്യിലുണ്ട്. അത് പോലീസിൽ ഹാജരാക്കി പരാതി നൽകാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട മൃഗം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നിർമ്മിക്കുന്നുണ്ട്. അത് നാളെയും മറ്റന്നാളുമായി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ശരി ജമാലുദ്ദീൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പോസ്റ്റ്മോർട്ടം നടപടികൾ, നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിൻ്റെ നടപടികൾ. മറ്റൊന്ന്, അവിടുത്തെ കുടുംബം അവിടെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നു നടപടികൾക്കായി എന്നതാണ് ഷാർജയിൽ നിന്നുള്ള വിവരം.